ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 16. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആത്മീയ സന്തോഷത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തു നൽകുന്ന സ്വർഗീയമായ സന്തോഷത്തിന്, ആനന്ദത്തിന് പാത്രീഭൂതരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ക്രിസ്തുവിനെ പ്രതി, അവന്റെ വചനത്തെ പ്രതി, അവന്റെ സഭയെ പ്രതി നമ്മൾ പീഡനങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. യേശു ഈ ലോക ജീവിതത്തിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി ഏറെ സങ്കടങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ തകർന്നു പോകാത്ത വിധം വിശ്വാസത്തിന്റെ ബലവും ആഴവും സ്നേഹവും കരുതലും പിതാവുമായുള്ള കൃപയുടെ ബന്ധവും കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു ജീവിച്ചതുപോലെ ഈ പുണ്യഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുവാനാണ്. നാം എല്ലാവരും ദൈവഹിതം നിറവേറ്റുന്നവരും ദൈവ തിരുഹിതത്തിനു മുമ്പിൽ സ്വയം സമർപ്പിതരുമാകണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ പ്രതി ഏറെ സഹിക്കുകയും ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് വചനസാക്ഷികളാവുകയും ചെയ്തവരാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അനുഭവിച്ച പീഡകൾക്കിടയിൽ യഥാർത്ഥത്തിൽ അവർ കണ്ടെത്തിയത് സ്വർഗരാജ്യത്തിന്റെ മഹത്വവും കൃപയുമാണ്. ഈ ലോക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ നിത്യസ്വർഗത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യവും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പിതാവിന്റെ പദ്ധതിയും നാം തിരിച്ചറിയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്ന എല്ലാ സങ്കടകരമായ അനുഭവങ്ങളും നമുക്ക് ആനന്ദദായകമായി മാറും. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങൾ ദുഃഖിച്ചും വിലപിച്ചും കഴിയേണ്ടവരല്ല, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കേണ്ടവരാണ്. ഉദ്ധിതനായ ക്രിസ്തു ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശവും പ്രത്യാശയുടെ സന്ദേശമാണ്. ഒന്നും അതിനോടൊപ്പം അവസാനിച്ചു പോകുന്നില്ല. ഇനിയും ബാക്കിയുണ്ട് ജീവിതവും സ്വപ്നവും നിത്യതയും. ഈ വലിയൊരു ആത്മീയ ബലം ക്രിസ്തു ഓരോ ദിനവും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ക്രിസ്തുവിന്റെ മരണത്തെയും ഉത്ഥാനത്തെയും ഉദ്ദേശിച്ച് തന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാരെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുക. ദൈവിക പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കും ബോധ്യങ്ങൾക്കും മനസ്സിലായില്ല എന്ന് കരുതി നമ്മൾ തിരസ്കരിക്കേണ്ടവരല്ല, കൂടുതൽ തീക്ഷ്ണതയോടെ അവ അന്വേഷിക്കേണ്ടവരാണ്. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ദൈവ തിരുഹിതത്തിന് വിധേയപ്പെടുവാനും ജീവിതത്തിന്റെ സഹനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ട ആത്മീയ ബലവും കൃപയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ